ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ചില്ലൗട്ട് എന്ന് പറയുന്നൊരു കടയിലാണ്. ഉച്ചയ്ക്ക് കോളേജ് വിട്ടോ സ്കൂൾ വിട്ടോ വരുമ്പോഴോ അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ നമ്മളെ മനസ്സൊന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഇവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേറെ ആരുടെയും കടയില്ല, നമ്മുടെ സന്ധ്യാനിയുടെ ചേച്ചി സംഗീതാന്റിയുടെ ഹസ്ബൻഡിന്റെ കടയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് അങ്കിൾ. ഞാനും അമ്മ അനുവും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അനു ഒരു നോർമൽ ഷാർജയാണ് പറഞ്ഞത്. അപ്പൊ ഷാർജയൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിന്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഒഴിച്ച് ടോപ്പിംഗ്സിനായിട്ട് കോൺഫ്ലെക്സും ഐസ്ക്രീമും അതുപോലത്തെ വേറൊരു നട്ട്സ് ആണെന്ന് തോന്നുന്നു അതും പിന്നെ ചോക്ലേറ്റ് സിറപ്പും സ്പൂണൊക്കെ വെച്ച് നമ്മൾ സെർവ് ചെയ്തു. അപ്പൊ അനുവിന് ചേട്ടൻ കൊടുത്തു. അമ്മയ്ക്കായിട്ട് പൈനാപ്പിൾ സോഡയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒരു സിറപ്പും അതുപോലെ തന്നെ എന്തോ ഒരു സ്പെഷ്യൽ മസാല സീക്രട്ടാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ ഇട്ടു. നമ്മൾ രാജീവങ്കിള് പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് എടുക്കുന്നുണ്ട്. എഗെയിൻ വേറൊരു സ്പെഷ്യൽ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഗ്ലൂക്കോസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോഡ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് പതപ്പിച്ച് നമ്മളെ പൊങ്കാലൊക്കെ ഇടത്തില്ല അതുപോലെ ചെയ്തിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആർട്ടിക് ഫലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസിനകത്ത് എന്തൊരു സാധനമൊക്കെ ഇട്ടിട്ട് കോൺഫ്ലെക്സും അതുപോലെ തന്നെ 2 ടൈപ്പ് ഐസ്ക്രീം വാനില ആൻഡ് സ്ട്രോബെറി ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം കസ്കസും ബോയിൽഡ് വേർമസിലി നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് കുറേ സംഭവങ്ങളുണ്ട്. കട്ട് ഫ്രൂട്ട്സ് അതും കുറച്ച് സിറപ്പും കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ച കളറും ചുവപ്പ് കളറും ടൂട്ടി ഫ്രൂട്ടി, അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എന്തോ നട്ട്സ് പോലെ സംഭവം, പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ്, പിന്നെ പച്ച കളർ സിറപ്പ്, അതുപോലെ തന്നെ സ്ട്രോബെറി ഐസ്ക്രീം, സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ വേഫേഴ്സും അതിന്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പും അതിന്റെ മുകളിൽ ചെറിയും അതിന്റെ മുകളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിറപ്സ് ഒക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ആർട്ടിക് ഫലൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതിന്റെ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എത്ര വയർ ഇത് കൊണ്ട് നിറയുന്നു കേട്ടോ. അപ്പൊ അനുവിന്റെ ചാർജ് കുടിച്ചു, അനുവിന് ഇഷ്ടപ്പെട്ടു. അമ്മയുടെ മുന്തിരി കൂടം കുടിച്ചു, അമ്മയ്ക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്റെ ആർട്ടിക് ഫലൂടെ കഴിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ 10-15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത്. വൈകുന്നേരം ഇവിടെ ചായയും കടികളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു കേർട്ടൻ അങ്കിൾ പൊക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവർ എല്ലാ സംഭവവും നല്ല ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചന്ദനത്തോപ്പ് ധന്യയുടെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കരിക്കൻ ഷേക്ക് മേടിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രയുള്ളൂ. ബൈ, സീ യു.